അനുദിന വിശുദ്ധർ ഒക്ടോബർ 1 ലിസുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവിനെപ്പറ്റി കേൾക്കാത്തവരാരുമില്ല. ഈ സഹസ്രാബ്ദത്തിലെ സുവിശേഷ പ്രഘോഷണത്തിലെ പുത്തൻ പ്രതീക്ഷയുമായി അവൾ ഉദയം ചെയ്തു. അവളുടെ അവസാന വാക്കുകൾ അവളുടെ ജീവിതം തന്നെയായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധൻ ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ പ്രതീക്ഷയായി അവർ എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. കൊച്ചു ത്രേസ്യയായി. ഫ്രാൻസിലെ അലൻസോൺ എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടുംബമായിരുന്നു മാർട്ടിൻ കുടുംബം. അവിടുത്തെ സൽസ്വഭാവിയും സുന്ദരനുമായ ചെറുപ്പക്കാരനായിരുന്നു ലൂയി മാർട്ടിൻ. 20ാമത്തെ വയസ്സിൽ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സന്യാസ പരിശീലനത്തിന് ചേർന്നുവെങ്കിലും ലത്തീൻ ഭാഷ പഠിക്കുന്നത് ബുദ്ധിമുട്ടായപ്പോൾ വീട്ടിലേക്ക് തിരികെ പോന്നു. സെലിഗുരിൻ്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. ചെറുപ്പം മുതലേ ഒരു കന്യാസ്ത്രീയാകാൻ അവൾ ആഗ്രഹിച്ചു. ഈ ആഗ്രഹത്തോടെ ഉപവികളുടെ സഹോദരിമാരുടെ മഠത്തിൽ ചേർന്നുവെങ്കിലും വിവാഹ ജീവിതമാണ് സെലിഗുരിൻ്റെ വിളിയെന്ന് മനസ്സിലാക്കിയ മഠാധിപ അവളെ തിരികെ അയച്ചു. കണിശപ്രകൃതക്കാരനായ അച്ഛനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുവാനായി അവൾ ലെയ്സ് നിർമ്മാണം തുടങ്ങി. തൻ്റെ ദൈവവിളി മനസ്സിലാക്കിയ അവൾ തനിക്ക് കിട്ടുന്ന ഭർത്താവ് ഒരു ദൈവവിശ്വാസിയായിരിക്കണമെന്നും ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കുവാൻ ഇടയാക്കുന്നതിനും വേണ്ടി യൗവനനാളിൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാൽ ലൂയി മാർട്ടിൻ ഒരിക്കൽ അടുത്തുള്ള പുഴയിൽ ചൂണ്ടയിടാനായി പോകുന്ന വഴി ഒരു പാലത്തിനടുത്ത് വെച്ച് സെലിഗുരിനെ കാണുവാനിടയായി. താൻ ആഗ്രഹിച്ച ഗുണവിശേഷങ്ങൾ സെലിഗുരിനിൽ കണ്ടെത്തിയ മാർട്ടിൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. 1858 ജൂലൈ 12 അലൻസോണിലെ നോട്ടർഡാം ദേവാലയത്തിൽ വെച്ച് ലൂയി മാർട്ടിനും സെലിഗുരിനും വിവാഹിതരായി. 1873 ജനുവരി 2 വെള്ളിയാഴ്ച ലൂയി മാർട്ടിൻ്റെയും സെലിഗുരിൻ്റെയും 9ാമത്തെ സന്താനമായി ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ജനന സമയത്ത് കുഞ്ഞിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ജനുവരി 4 തന്നെ മാമോദീസ നൽകി. കുഞ്ഞിന് മരിയ ഫ്രാൻസുവാസ് തെരേസ എന്ന പേര് ഇട്ടു. മാതാപിതാക്കൾക്ക് മാതാവിനോടുള്ള പ്രത്യേക തീഷ്ണത കൊണ്ടാവാം മക്കൾക്ക് പരിശുദ്ധാമ്മയുടെ പേര് നൽകിയത്. എങ്കിലും അപ്പച്ചൻ തൻ്റെ മുത്തിനെ കൊച്ചുറാണി എന്ന് വിളിച്ചു. സെലിഗുരിൻ അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അവളുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു. അതിനാൽ കൊച്ചുറാണിയെ റോസ്തയ്യ എന്നു പേരുള്ള ഒരു ആയയുടെ ഭവനത്തിലാക്കി. 1 വർഷം അവൾ അവിടെയാണ് വളർന്നത്. റോസ് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കൊച്ചുറാണിയെയും മുലയൂട്ടി വളർത്തി. അങ്ങനെ 1 വർഷം കൊണ്ട് അവൾ ആരോഗ്യവതിയായി. കൊച്ചുറാണിയുടെ സഹോദരിമാർ. വിവാഹിതയാകുന്നതിന് മുമ്പുള്ള സെലിഗുരിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് ധാരാളം മക്കളെ തരണമേ, അവരെയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഇടയാക്കണമേ. ദൈവം അവരുടെ ദാമ്പത്യ വല്ലരിയിൽ 9 മക്കളെ നൽകി. മരിയ ലൂയി, മരിയ പൗളിൻ, മരിയ ലയോനി, മരിയ ഹെലൻ, മരിയ ജോസഫ്, ജോൺ ബാപ്റ്റിസ്റ്റ്, മരിയ സെലിൻ, മരിയ മെലാനി, ത്രേസ്യ, മരിയ ഫ്രാൻസുവാസ്, തെരേസ. ഇവരിൽ 4 പേർ ജനിച്ച് അധികനാൾ കഴിയും മുമ്പ് തന്നെ മരിച്ചു. ആരോഗ്യം വീണ്ടെടുത്ത കൊച്ചുറാണിയെ റോസ് തെയ്യയുടെ ഭവനത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നു. ചേച്ചിമാരെ കൊച്ചുറാണിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചേച്ചിമാരാകട്ടെ തങ്ങളുടെ കുഞ്ഞനുജത്തിയെ കൊഞ്ചിക്കുവാൻ മത്സരിച്ചു. കുഞ്ഞുനാൾ മുതൽ പൗളിൻ ചേച്ചിയായിരുന്നു കൊച്ചുറാണിയുടെ ആദർശം. പൗളിൻ ചേച്ചി കന്യാസ്ത്രീയാകുമെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഒരിക്കൽ അവളും പറഞ്ഞു, ഞാനും ഒരു കന്യാസ്ത്രീയാകും. കൊച്ചുറാണിയുടെ ബാല്യകാലത്തിലെ കൂട്ടുകാരിയായിരുന്നു സെലിൻ. 3.5 വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ഉറ്റ കൂട്ടുകാരെ പോലെയായിരുന്നു ഇവർ. അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും. ഒരിക്കൽ സെലിൻ കൊച്ചു ത്രേസ്യയോട് ചോദിച്ചു, ഇത്ര വലിയ ഓസ്തിയിൽ ദൈവം എങ്ങനെയാണ് വസിക്കുന്നത്? കൊച്ചുറാണിയുടെ ഉത്തരം ഇതായിരുന്നു, ദൈവം സർവശക്തനായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വസിക്കാം. സെലിൻ ചോദിച്ചു, എന്താണ് സർവശക്തൻ എന്ന് പറഞ്ഞാൽ? അവൾ പറഞ്ഞു, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ. ഞായറാഴ്ചകളിൽ സെലിൻ പള്ളിയിൽ പോയി വരുന്നത് അവൾ നോക്കി നിൽക്കും. കുഞ്ഞുനാൾ മുതൽ കുർബാന സ്വീകരിക്കുന്നത് നല്ലതാണെന്ന ചിന്ത അങ്ങനെ അവളുടെ മനസ്സിൽ പതിഞ്ഞു. 1877 ആഗസ്റ്റ് 28 സെലിഗുരിൻ അമ്മ മരിച്ചു. അവൾ അമ്മച്ചിയുടെ നെറ്റിയിൽ അവസാന ചുംബനം നൽകി.
അന്ന് കൊച്ചുറാണിക്ക് പ്രായം 4 വയസ്സും 8 മാസവും. സെലിഗുരിൻ്റെ മരണശേഷം 1877 നവംബർ മാസത്തിൽ ലൂയി മാർട്ടിൻ മക്കളെയും കൊണ്ട് അലൻസോണിൽ നിന്നും 50 മൈൽ അകലെയുള്ള ലിസ്യു എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് താമസം മാറ്റി. അമ്മയുടെ സ്ഥാനത്തു നിന്ന് പൗളിൻ ചേച്ചി കൊച്ചുറാണിയെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. അവൾ മെല്ലെ മെല്ലെ വായിക്കാനും എഴുതാനും ആരംഭിച്ചു. സ്വർഗം എന്നതായിരുന്നു അവൾ ആദ്യം കൂട്ടി വായിച്ച വാക്ക്. സ്കൂൾ വിട്ട് നേരത്തെ തന്നെ അവൾ വീട്ടിലെത്തും. അപ്പച്ചനോടും ചേച്ചിമാരോടും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. സ്കൂളിൽ 1ാം സമ്മാനം കിട്ടുന്നതിന് അപ്പച്ചൻ തൻ്റെ മുത്തിന് പ്രത്യേകം സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുകയും അതിൽ നിന്നും ഭിക്ഷ കൊടുക്കാനുള്ള തുക കണ്ടെത്തുകയും ചെയ്തിരുന്നു. പൗളിൻ ചേച്ചി കർമ്മലമഠത്തിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന വാർത്ത കൊച്ചു ത്രേസ്യയെ തളർത്തി. കർമ്മലമഠത്തിലെ ജീവിത രീതിയെപ്പറ്റിയും സ്നേഹവായ്പകളെപ്പറ്റിയും പൗളിൻ കൊച്ചനുജത്തിക്ക് വിവരിച്ചു കൊടുത്തു. തനിക്കുള്ള വാസസ്ഥലം കർമ്മലമഠമാണെന്ന് അന്നവൾ മനസ്സിൽ ഉറച്ചു. ഒരു ഞായറാഴ്ച അവൾ മഠത്തിലെത്തി. മഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം മഠാധിപയെ അറിയിച്ചു. അവളെ ശ്രവിച്ച മഠാധിപയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കുഞ്ഞിന് ദൈവവിളിയുണ്ട്, പക്ഷെ ഒരു കുഴപ്പം, പ്രായമായില്ലല്ലോ, 16 വയസ്സായിട്ട് ആലോചിക്കാം എന്ന അധികാരികൾ അവളെ അറിയിച്ചു. പൗളിൻ ചേച്ചിയുടെ കാർമൽ പ്രവേശനം കൊച്ചുറാണിയെ ദുഃഖത്തിലാഴ്ത്തി. അവൾ തൻ്റെ 2ാമത്തെ അമ്മയെയും നഷ്ടപ്പെടുകയാണ്. തീരാത്ത സഹനവും തുടരെയുള്ള വേർപാടുമാണ് ജീവിതമെന്ന സത്യം അവൾ വേദനയോടെ മനസ്സിലാക്കി. മനസ്സിന് ഉല്ലാസവും ശക്തിയും ലഭിക്കുന്നതിന് ബന്ധുക്കളുടെ വീട്ടിൽ പോകുവാൻ കിട്ടിയ അവസരങ്ങൾ ഒരു തരത്തിലും അവളെ സഹായിച്ചില്ല. ഈ മാനസിക സമ്മർദ്ദങ്ങളുടെ ഫലമായി 10ാമത്തെ വയസ്സിൽ അവൾ രോഗബാധിതയായി. ഒരു ഭിഷഗ്വരനും അവളെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ചേച്ചിമാരും അപ്പച്ചനും അവളെ ഓർത്ത് നന്നേ വിഷമിച്ചു. അവളുടെ ആരോഗ്യനില വഷളായി. അവർ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കൊച്ചുറാണി കിടന്നിരുന്ന മുറിയിൽ വെച്ച് അതിനു മുന്നിൽ തിരികത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ അപ്പച്ചൻ തൊട്ടടുത്തുള്ള മാതാവിൻ്റെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് മകൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഈ സമയം തൻ്റെ മുറിയിലുണ്ടായിരുന്ന കന്യകാമാതാവിൻ്റെ തിരുസ്വരൂപം അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു. ഇതൊരു രഹസ്യമായി സൂക്ഷിക്കാൻ അവൾ ആഗ്രഹിച്ചു. എങ്കിലും പിന്നീട് അത് വെളിപ്പെടുത്തേണ്ടി വന്നു. 3 വർഷത്തിനു ശേഷം അവൾക്ക് രോഗസൗഖ്യം കൈവന്നു. അവൾ സ്കൂൾ ജീവിതം പുനരാരംഭിച്ചു. മരിയ ചേച്ചിയാണ് കൊച്ചുറാണിയെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കിയത്. പൗളിൻ ചേച്ചി ഒരു കുഞ്ഞു പുസ്തകം കൊച്ചുറാണിക്ക് അയച്ചു കൊടുത്തു. അത് വായിച്ചു പഠിച്ച് അവൾ നന്നായി ഒരുങ്ങി. ഒരു നല്ല പുണ്യവതിയാകുന്നത് എങ്ങനെയെന്ന് മരിയ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് 3 മാസം ഒരുങ്ങി. പിന്നെ ഒരാഴ്ചത്തെ ധ്യാനം കൂടാനായി ബോർഡിങ്ങിലാക്കി. അവിടെ വെച്ച് ഒരുപാട് നല്ല കൂട്ടുകാരെയും അധ്യാപകരെയും അവൾക്ക് കിട്ടി. ധ്യാനത്തിൻ്റെ അവസാന ദിനത്തിൽ അവൾ കുമ്പസാരിച്ചു. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയ ആനന്ദമുണ്ടായി. 1884 മെയ് 8-ാം തീയതി അണിഞ്ഞൊരുങ്ങി അപ്പച്ചനോടും ചേച്ചിമാരോടുമൊപ്പം ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ അവൾ ദേവാലയത്തിൽ കാത്തുനിന്നു. യേശുവേ വരണമേ, രക്ഷകാ വരണമേ, അവൾ കൈകൂപ്പി നിന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യേശു അവളുടെ നാവിൽ വന്നു. അവൾ പതിയെ പറഞ്ഞു, ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആദ്യ കുർബാന സമയത്ത് അവളെടുത്ത തീരുമാനങ്ങളിൽ മറ്റൊന്നായിരുന്നു എത്രയും ദയുള്ള മാതാവേ എന്ന ജപം പതിവായി ചൊല്ലും എന്നുള്ളത്. മരണം വരെ അവളത് തുടർന്നു. പ്രഥമ ദിവ്യകാരുണ്യത്തിനു ശേഷം അപ്പച്ചൻ്റെ കൂടെ പൗളിൻ ചേച്ചിയെ കാണാൻ അവൾ കർമ്മലമഠത്തിലെത്തി. അന്ന് പൗളിൻ്റെ പ്രഥമ വ്രതവാഗ്ദാനമായിരുന്നു. തന്നെപ്പോലെ വെളുത്ത ഉടുപ്പിട്ട ചേച്ചി. രാത്രി എല്ലാവരും വീട്ടിലെത്തി. അവിടെ വലിയ ആഘോഷങ്ങൾ. ഒത്തിരി സമ്മാനങ്ങൾ അന്ന് കൊച്ചുറാണിക്ക് കിട്ടി. എന്നാൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ലഭിച്ച അത്ര സന്തോഷമൊന്നും സമ്മാനങ്ങൾ ലഭിച്ചപ്പോൾ അവൾക്കുണ്ടായില്ല. ഒരു ദിവസം ലൂയി മാർട്ടിൻ തോട്ടത്തിൽ ഉലാത്തുന്ന സമയം മതിലിൽ മുളച്ചു പൊന്തിയ ഒരു ചെടി പൂവോടെ പറിച്ചെടുത്ത് കൊച്ചുറാണിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, നീയാണ് ഈ ചെറിയ വെളുത്ത പൂവ്. സ്വർഗസ്ഥനായ പിതാവ് ഈ പൂവിനെ എന്ന പോലെ നിന്നെയും കാത്തുപരിപാലിക്കും. ആ പൂവ് മരണം വരെ തൻ്റെ പുസ്തകത്തിൽ അവൾ സൂക്ഷിച്ചിരുന്നു. അന്നു മുതൽ ചെറുപുഷ്പം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. മോഹം മുട്ടിട്ട് 1987 മെയ് 20-ാം തീയതി പെന്തക്കുസ്താ തിരുനാളിൽ ഒരു നിഷ്കളങ്കമയമായ പുഞ്ചിരിയുമായി കൊച്ചുറാണി അപ്പച്ചൻ്റെ അരികിലെത്തി. അപ്പച്ചനോട് മഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം അവൾ അറിയിച്ചു.
പ്രായക്കുറവ് മൂലം തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ ലൂയി ശ്രമിച്ചെങ്കിലും അവസാനം സമ്മതിക്കേണ്ടി വന്നു. കാർമലിൽ ചേരുവാൻ അപ്പച്ചനിൽ നിന്ന് അനുവാദം ലഭിച്ചെങ്കിലും അവളുടെ അങ്കിൾ ഇസിദോർ ഗുരിൻ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും അവൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയെടുത്തു. ഈ സന്തോഷ വാർത്തകളുമായി പൗളിൻ ചേച്ചിയെ കാണാനായി കർമ്മല മഠത്തിൽ ചെന്നു. 21 വയസ്സാകാതെ മഠത്തിൽ പ്രവേശിക്കാൻ സുപ്പീരിയർ അച്ഛൻ അനുവദിക്കുകയില്ലെന്ന് പൗളിൻ തറപ്പിച്ചു പറഞ്ഞു. ലൂയി മാർട്ടിനും സെലിനുമൊത്ത് അവൾ അച്ഛനെ കാണാൻ പോയി. മെത്രാൻ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല എന്ന് സുപ്പീരിയർ അച്ഛൻ അറിയിച്ചു. 1887 ഒക്ടോബർ 31 കൊച്ചുറാണി അപ്പച്ചനുമൊത്ത് മെത്രാനെ കാണാനായി ബയോണിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തി ആഗമനോദ്ദേശം അറിയിച്ചു. കൊച്ചുറാണിക്ക് പ്രായക്കുറവായതിനാൽ കർമ്മല മഠത്തിലെ സുപ്പീരിയറോട് തനിക്ക് സംസാരിക്കണമെന്ന് പിതാവ് പറഞ്ഞു. സുപ്പീരിയർ നേരത്തെ തന്നെ അവളെ വിലക്കിയിരുന്നതിനാൽ ലൂയി പറഞ്ഞു, പിതാവിൽ നിന്ന് അനുവാദം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പയുടെ അടുക്കലെത്തി അനുവാദം തരാൻ അപേക്ഷിക്കും. കുഞ്ഞു മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ മെത്രാൻ പറഞ്ഞു, പരിശുദ്ധ പിതാവിനെ കാണുന്നതാണ് നല്ലത്. 1887 നവംബർ 4 കൊച്ചുറാണി ലൂയി മാർട്ടിനും സെലിനുമൊത്ത് റോമിലേക്ക് പുറപ്പെട്ടു. ബയോലുസ്യു അതായത് കുസാത്ത് രൂപതകളിൽ നിന്നും തീർത്ഥാടക സംഘം 13-ാം ലയോ മാർപ്പാപ്പയെ കാണുന്നതിന് വേണ്ടി റോമിൽ പോകാൻ ഒരുങ്ങുന്ന സമയമായിരുന്നു അത്. പരിശുദ്ധ പിതാവിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഈ തീർത്ഥാടക സംഘത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു. ആ കൂട്ടത്തിലാണ് കൊച്ചുറാണിയും പോയത്. 197 പേരെ വഹിച്ച പ്രത്യേക തീവണ്ടി പാരീസിലും ഇറ്റലിയിലും സ്വിറ്റ്സർലൻഡിലുമുള്ള പ്രധാന സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളും കാണുവാൻ തീർത്ഥാടകർക്ക് അവസരമൊരുക്കി. ഈ സമൂഹത്തിൽ 67 പേർ വൈദികരും മറ്റു ഭൂരിപക്ഷം പേർ ഉന്നതകുല ജാതരുമായിരുന്നു. ഒരു മാസം നീണ്ടുനിന്ന തീവണ്ടി യാത്രയിൽ കൊച്ചുറാണിക്ക് പല ജീവിത യാഥാർത്ഥ്യങ്ങളും മനസ്സിലായി. വൈദികർക്ക് പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്ന് അവരുടെ സംസാര രീതിയിൽ നിന്ന് അന്ന് അവൾ മനസ്സിലാക്കി. അവർ യാത്ര ചെയ്ത് പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ അടുക്കലെത്തി. വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവ് കണ്ടു. അവിടെ നിന്ന് ബൊളിഞ്ഞോയിലെത്തി. വിശുദ്ധ കത്രീനയുടെ ശരീരവും കണ്ട് യാത്ര തുടർന്നു. അങ്ങനെ നവംബർ 13 റോമിൻ്റെ പ്രാന്തപ്രദേശത്തെത്തി. റോമിലെത്തി 7 ദിവസത്തിന് ശേഷമാണ് കൊച്ചുറാണിക്ക് മാർപ്പാപ്പയെ കാണാൻ സാധിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സന്ദർശകർ ഓരോരുത്തരായി പിതാവിനെ കാണുവാനായി നിൽക്കുകയാണ്. പിതാവിനെ കാണുന്നതിന് അവളുടെ ഊഴമായപ്പോൾ അവൾ ഓടിച്ചെന്ന് ആ പാദങ്ങളിൽ പിടിച്ചു ചുംബിച്ചു. എന്നിട്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് തനിക്ക് മഠത്തിൽ ചേരണമെന്നറിയിച്ചു. പരിശുദ്ധ പിതാവിന് അവരുടെ ഭാഷ മനസ്സിലായില്ല. ആ സമയത്ത് കൂടെയുണ്ടായിരുന്ന മോൺസിഞ്ഞർ റവറോണി ഇടപെട്ട് കാര്യങ്ങൾ പരിശുദ്ധ പിതാവിന് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം കൊച്ചുറാണിക്ക് അനുകൂലമായി ഒന്നും സംസാരിച്ചില്ല. പരിശുദ്ധ പിതാവ് അവളെ നോക്കി പറഞ്ഞു, ദൈവം തിരുമനസ്സായാൽ നീ കർമ്മല മഠത്തിൽ ചേരും. വീണ്ടും പലതും പറയുവാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും സ്വിസ് ഗാർഡുകൾ അവളെ പൊക്കിയെടുത്ത് മാറ്റിയിരുന്നു. 15 വയസ്സ് തികയാത്ത ഈ കൊച്ചു പെൺകുട്ടിയുടെ വീരപരാക്രമങ്ങൾ ഫ്രാൻസിലെ ദേശീയ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ധീരവനിതയെന്നാണ് മാധ്യമങ്ങൾ അവളെ വിശേഷിപ്പിച്ചത്. കൊച്ചുറാണി തൻ്റെ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മിക യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ മോൺസിഞ്ഞർ റവറോണി അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് യഥാർത്ഥത്തിൽ ദൈവവിളിയുണ്ടെന്ന് മടക്കയാത്രയിൽ അദ്ദേഹത്തിന് മനസ്സിലായി. താമസിയാതെ തൻ്റെ നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തി. വീട്ടിൽ തിരിച്ചെത്തിയ അവൾ വീണ്ടും മഠത്തിൽ ചേരാനുള്ള ആഗ്രഹത്തോടെ ബിഷപ്പിന് കത്തെഴുതി. കർമ്മലിൽ ചേരുവാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ബിഷപ്പ് ഹ്യൂഗോനിൻ്റെ കത്ത് ഡിസംബർ 28 മഠാധിപയ്ക്ക് ലഭിച്ചു. ഉടനെ വലിയ നോമ്പ് ആരംഭിക്കുന്നതിനാലും നോമ്പുകാലം കൂടുതൽ തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അവസരമായതിനാലും ഉയർപ്പ് തിരുനാളിന് ശേഷം മഠത്തിൽ ചേർന്നാൽ മതിയെന്ന് ഗോൺസാഗമ്മ പറഞ്ഞു. ഏപ്രിൽ 9 കർമ്മല മഠത്തിൽ പ്രവേശിക്കേണ്ട ദിനം രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അതിനുശേഷം അപ്പച്ചൻ്റെ കൈപിടിച്ച് കർമ്മല മഠത്തിലേക്ക് യാത്രയായി. സന്യാസ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കല്ലുകളും മുള്ളുകളുമായിരുന്നു. എങ്കിലും അധികാരികളിൽ അവൾ ക്രൂശിതനായ കർത്താവിനെ ദർശിച്ചു. 1859 ജനുവരി 10 സഭാവസ്ത്ര സ്വീകരണം. അപ്പച്ചനും ചേച്ചിയുമൊക്കെ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി മാസത്തിൽ ലൂയി മാർട്ടിൻ അസുഖം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു.
1890 സെപ്റ്റംബർ 24 കൊച്ചുറാണിയുടെ ശിരോവസ്ത്ര സ്വീകരണമായിരുന്നു. അന്ന് അധികം ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പച്ചൻ ആശുപത്രിയിലാണ്. വ്രതവാഗ്ദാനത്തിന് മുമ്പ് അവൾ പറഞ്ഞു, ഞാൻ കാർമലിൽ വന്നിരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: വൈദികരുടെ വിശുദ്ധീകരണം, ആത്മാക്കളുടെ രക്ഷ. 1894 ജൂലൈ 29 ലൂയി മാർട്ടിൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ആ വർഷം തന്നെ അവളുടെ സെലിൻ ചേച്ചിയും മഠത്തിൽ ചേർന്നു. തൻ്റെ ചെറിയ ആവശ്യങ്ങൾ പോലും ഈശോ കാണുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ഇതിന് തെളിവായി കൊച്ചുറാണി ഒരു സംഭവം പറയുന്നുണ്ട്. ആ നാളുകളിൽ കുർബാന സ്വീകരണത്തിന് പകുതി ഓസ്തി മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഒരു ദിവസം അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഇന്നും പകുതി ഓസ്തിയെ കിട്ടുന്നുള്ളൂ എങ്കിൽ ഈശോയ്ക്ക് തന്നോട് സ്നേഹമില്ലെന്ന് ഞാൻ കരുതും. കുർബാന സ്വീകരിക്കാൻ ചെന്നപ്പോൾ വൈദികൻ 2 ഓസ്തി ഒരുമിച്ച് കൊച്ചുറാണിക്ക് കൊടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. കൊച്ചു തെരേസയ്ക്ക് 20 വയസ്സ് തികഞ്ഞപ്പോൾ നൗഷീറ്റിലുള്ളവരുടെ ഗുരുനാഥയായി നിയമിതയായി. അവൾ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായി. എങ്കിലും കർത്തവ്യമനുഷ്ഠിക്കുന്നതിൽ നിന്നും ഒട്ടും പുറകോട്ട് പോയില്ല. എളിമപ്പെടാനുള്ള അവസരങ്ങൾ അവൾ സ്വയം കണ്ടെത്തി. ജീവിതത്തിൽ കഠിനമായ പീഡകൾ സഹിച്ചത് ദൈവസ്നേഹത്തെ പ്രതിയായിരുന്നു. തൻ്റെ ദൈവവിളി ദൈവസ്നേഹമാണെന്ന് കൊച്ചുറാണി പറഞ്ഞു. ശിശുസഹജമായ നിഷ്കളങ്കതയോടെ ജീവിച്ച അവൾ ഉണ്ണീശോയുടെ കയ്യിലെ ഒരു കളിപ്പന്തായി തീരുവാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം കൊച്ചുറാണിക്ക് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിക്കേണ്ടി വന്നു. എന്നാൽ അവൾ അതിൽ കയ്പുള്ള ചെന്നിനായകം ചേർത്താണ് കഴിച്ചത്. കാരണം ധാരാളം ആളുകൾ നല്ല ഭക്ഷണമില്ലാതെ ചുറ്റിനുമുള്ളപ്പോൾ താനെങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കും? ഉപവിപ്രവർത്തനങ്ങളിലും അവൾ മുൻപന്തിയിലായിരുന്നു. പ്രായമുള്ള രോഗികളായ സിസ്റ്റേഴ്സിനെ ശുശ്രൂഷിക്കാൻ അവൾ കൂടുതൽ ഉത്സാഹം കാണിച്ചു. ഒരു നല്ല മരിയഭക്തിയായിരുന്നു കൊച്ചു തെരേസ്യ. അമ്മ വഴി യേശുവിലേക്ക് വളരുക എന്നതായിരുന്നു അവളുടെ നയം. മിക്ക പ്രാർത്ഥനകളും കന്യകാമാതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അമ്മ വഴി ദൈവത്തിങ്കിലേക്ക് അടുക്കുക എന്ന എളുപ്പവഴിയാണ് മിക്കപ്പോഴും അവൾ സ്വീകരിച്ചത്. അവളുടെ ജീവിതം മുഴുവൻ കന്യകാമാതാവിനോട് കടപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മയോട് അവൾക്കെന്നും സ്നേഹമായിരുന്നു. മാതാവിൻ്റെ കാശുരൂപം അവൾ കഴുത്തിൽ ധരിച്ചിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് സമ്മാനമായി നൽകുകയും അത് കഴുത്തിൽ ധരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ വെച്ച് ആരംഭിച്ച ജപമാല ഭക്തി മരണം വരെ അവൾ പിന്തുടർന്നു. ജപമാല ധരിക്കുന്നതിൻ്റെയും ചൊല്ലുന്നതിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മാതാവിനോടുള്ള വണക്കത്തെക്കുറിച്ച് അവൾ തൻ്റെ കസിനിപ്രകാരം എഴുതി, മറിയത്തെ അധികം സ്നേഹിച്ചുപോയി എന്നോർത്ത് ഭയപ്പെടേണ്ട. അവൾ അർഹിക്കുന്ന രീതിയിൽ അവളെ സ്നേഹിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അവളുടെ ജീവിതം മുഴുവൻ മാതാവുമായി ബന്ധപ്പെട്ടതായിരുന്നു. 1888 മംഗളവാർത്ത തിരുനാളിലാണ് അവൾ മഠത്തിൽ പ്രവേശിച്ചത്. കാരുണ്യമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ സഭാവസ്ത്രം സ്വീകരിച്ചു. മാതാവിൻ്റെ ജനനദിനത്തിൽ അവൾ വ്രതവാഗ്ദാനം നടത്തി. ആധ്യാത്മിക ശിശുത്വമാണ് എൻ്റെ കുറുക്കുവഴി എന്ന് കൊച്ചുറാണി പറഞ്ഞു. കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കുക, അവരെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കുക. മാതാപിതാക്കൾ കൂടെയുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ ധൈര്യമാണ്. അവർ ആവശ്യമുള്ളതെല്ലാം തരും, വീഴുമ്പോൾ താങ്ങും. അങ്ങനെ യാതൊരു ടെൻഷനുമില്ലാത്ത ജീവിതമാണ് ശിശുവിൻ്റേത്. അതിന് സമാനമായിരുന്നു കൊച്ചുറാണിയുടെ ജീവിതവും. അവൾ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഈശോയെ സ്വന്തമാക്കാനാണ്. ഒരിക്കൽ സെലിൻ അവളെ സന്ദർശിച്ചു. അപ്പോൾ അവൾ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ടു. പിന്നീട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം അത്ഭുതാവഹമായിരുന്നു. യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് അവൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തെ പിതാവായി അംഗീകരിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈശോയുടെ തിരുമുഖത്തോട് കൊച്ചുറാണിക്ക് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. ധാരാളം പുണ്യങ്ങൾ അവളിലുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഇഷ്ടമായത് തിരുമുഖത്തോടുള്ള ഭക്തിയാണ്. വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ കരുണയും സ്നേഹവും വാത്സല്യവും പൊഴിക്കുന്ന ഈശോയുടെ മുഖം. ആത്മാക്കളെ രക്ഷിക്കണമെന്ന ആഗ്രഹം ഉടലെടുത്തത് ഈ തിരുമുഖ ഭക്തിയിൽ നിന്നാണ്. പ്രത്യേകമായി എന്തെങ്കിലും പുതിയ കാര്യം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവൾ വിശുദ്ധ കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിച്ചിരുന്നു. വിശേഷ അവസരങ്ങളിലും മറ്റേതെങ്കിലും അവസരങ്ങളിലോ ആരെങ്കിലും പണം കൊടുത്താൽ അവളത് പാപികൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും വേണ്ടി വിശുദ്ധ കുർബാന ചൊല്ലിക്കുവാൻ കൊടുത്തിരുന്നു. ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ഒരു നല്ല മാർഗമായി അവൾ ഇതിനെ കണ്ടു. ഈ നാളുകളിൽ ക്ഷയരോഗം കൊച്ചുറാണിയുടെ കുടലുകളെ കീഴടക്കി. ശരീരം മുഴുവൻ വേദന, ഛർദിയും പനിയും.
എങ്കിലും പതിവനുസരിച്ചുള്ള പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും അവൾ പങ്കുചേർന്നു. അവളെ ഒരു വലിയ രോഗിയായി ആരും കരുതാത്തതിനാൽ പ്രത്യേക പരിരക്ഷയൊന്നും കിട്ടിയില്ല. 1897 ദുഃഖവെള്ളിയാഴ്ച അവൾ ഒത്തിരി ഛർദ്ദിച്ചു. കർത്താവിൻ്റെ മരണദിനത്തിൽ കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെടുന്നതായി അവൾക്ക് തോന്നി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊച്ചുറാണിക്ക് അസുഖം കലശലായി. കൂടെ കൂടെ രക്തം ഛർദ്ദിക്കുവാൻ തുടങ്ങി. അവൾ മരണത്തിന് നന്നായി ഒരുങ്ങി കുമ്പസാരിച്ചു. ജൂലൈ 28 കൊച്ചുറാണിയെ പ്രത്യേക മുറിയിലാക്കി. സ്വർഗത്തിലെത്തുന്നതാണ് ഇനി തൻ്റെ ആനന്ദം എന്നവൾ വെളിപ്പെടുത്തി. 1897 ഓഗസ്റ്റ് 19 അവൾ അവസാനമായി ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. 1897 വേദനകളെ പുഷ്പങ്ങളാക്കി മാറ്റിയ വെള്ളരിപ്രാവ് സ്വർഗസ്ഥനായ നാഥൻ്റെ പക്കലേക്ക് പറന്നുയർന്നു. സെപ്റ്റംബർ 30 അത്. ഒക്ടോബർ മാസം 4 മൃതസംസ്കാരം. അധികമാരും അറിയാത്ത മൃതസംസ്കാരത്തിൽ ഏകദേശം 30ഓളം പേർ പങ്കെടുത്തു. ലിസ്യുവിലെ പൊതുശ്മശാനത്തിൽ നിന്ന് കർമ്മലമഠം വാങ്ങിയ പ്രത്യേക സ്ഥലത്ത് അവൾ സംസ്കരിക്കപ്പെട്ടു. ചെറുപ്പം മുതലേ കുഞ്ഞനുജത്തിയുടെ ചലനങ്ങൾ മനസ്സിലാക്കിയ ചേച്ചിമാർ പറഞ്ഞു, തീർച്ചയായും ഇവളൊരു വിശുദ്ധയാകും. അവളുടെ കബറടിത്തങ്ങൾ തിരികളെരിയാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ട് പിറന്നു. മരണം വരെ അധികമാരും അറിയാതിരുന്ന കൊച്ചുറാണി മരണശേഷം ലോകമെങ്ങും അറിയപ്പെടാൻ തുടങ്ങി. അവളുടെ ശവകുടീരത്തിൽ ജനപ്രവാഹമായി. അവിടെ മെഴുകുതിരികൾ കത്തിജ്വലിച്ചു. അവളുടെ മധ്യസ്ഥതയിൽ രോഗശാന്തികളുണ്ടായി. കേട്ടവർ അങ്ങോട്ട് ഓടിയെത്തി. കാലചക്രം ഉരുണ്ടു. 1908 മെയ് മാസത്തിൽ കൊച്ചുറാണിയുടെ നാമകരണ നടപടികൾ ആരംഭിക്കാൻ രൂപതാധ്യക്ഷൻ സമ്മതം മൂളി. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ കൊച്ചുറാണി എഴുതിയ എല്ലാ ലിഖിതങ്ങളും പരിശോധിക്കാൻ മാർപ്പാപ്പ കൽപ്പന പുറപ്പെടുവിച്ചു. 1910 സെപ്റ്റംബർ 6 അവളുടെ കല്ലറ തുറന്ന് ഭൗതികാവശിഷ്ടങ്ങൾ ലിസ്യുവിലെ സിമിത്തേരിയിൽ നിന്നും മാറ്റി അടക്കം ചെയ്തു. ഈ കാലഘട്ടത്തിൽ സഭയെ നയിച്ച വിശുദ്ധ 10-ാം പിയൂസും ബെനഡിക്റ്റ് 5 മാർപ്പാപ്പയും അവളുടെ ജീവിതചര്യകളെയും പുണ്യങ്ങളെയും വിരോചിതമായി പ്രഖ്യാപിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ സുദിനം വന്നു. 1923 ഏപ്രിൽ 29 11-ാം പിയൂസ് മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ ധന്യയെന്ന് നാമകരണം ചെയ്തു. തിരുസഭാ ഭരണത്തിൽ തനിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ശുഭനക്ഷത്രമാണ് കൊച്ചുറാണിയെന്ന് 11-ാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശേഷിപ്പിച്ചു. 1923 അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1925 മെയ് 17 വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. അന്നു മുതൽ വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നറിയപ്പെട്ടു. മരിച്ചടക്കിന് 30ഓളം പേരാണ് പങ്കെടുത്തതെങ്കിലും വിശുദ്ധയായി പ്രഖ്യാപിച്ച അന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സൂചി കുത്താൻ ഇടമില്ലായിരുന്നു. ആ വർഷം ജൂലൈ മാസത്തിൽ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ വേദപ്രചാരങ്ങളുടെ മധ്യസ്ഥയായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുന്ന വചന ശുശ്രൂഷകർക്ക് അവൾ കെടാവിളക്കായി മാറി. എല്ലാ വർഷവും ഒക്ടോബർ 3 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കാൻ സഭ തീരുമാനമെടുത്തു. 1927 ഡിസംബർ 14 വിശുദ്ധ കൊച്ചുത്രേസ്യയെ അഖില ലോക മിഷൻ്റെ മധ്യസ്ഥയായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ദിനമായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുമാണ് അഖില ലോക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥർ. ഒരാൾ കടൽ കടന്നു വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അടുത്തയാൾ ജീവിതവിശുദ്ധിയിലൂടെ മഠത്തിലിരുന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. 1944 കൊച്ചുത്രേസ്യയെ ഫ്രാൻസിൻ്റെ 2ാമത്തെ മധ്യസ്ഥയായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 1997 ഒക്ടോബർ 19 ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധ കൊച്ചുത്രേസ്യയെ സാർവത്രിക സഭയുടെ 3ാമത്തെ വനിതാ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു. അവൾ ഇന്ന് സഞ്ചരിക്കുകയാണ് ലോകം മുഴുവൻ സർവ്വമനുഷ്യരുടെയും ഇടയിലൂടെ തിരുശേഷിപ്പ് അടക്കം ചെയ്ത പേടകത്തിൽ സഭയെ പഠിപ്പിച്ചുകൊണ്ട്.